ഹലോ എല്ലാവർക്കും സിയോന LP UP ക്രാക്ക് PSC എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അടുത്ത കേട്ടറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും ഈ വീഡിയോ കണ്ടിട്ട് പോകണം. ഒരുപാട് നിരാശ തോന്നിയിട്ടുള്ള, ഒരുപാട് നിരാശരായിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പുതുതായി പഠിച്ചിറങ്ങിയ ആളുകളുമുണ്ട്. അതേപോലെ തന്നെ ഇനി എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, ഒന്നും മനസ്സിലാവാതെയും ഇരിക്കുന്ന ആൾക്കാരുമുണ്ട്. ഒരു മാർക്കിനൊക്കെ പോയ ആൾക്കാരുണ്ട്. പിന്നെ നമ്മുടെ കൈ അബദ്ധം കൊണ്ട് മാർക്ക് ചെയ്യാൻ വിട്ടുപോയി അസാധുവായ ആൾക്കാരുമുണ്ട്. ഒന്നും പഠിക്കാതെ പോയി കറക്കി കുത്തി കേട്ടിട്ട് കിട്ടാത്ത ആൾക്കാരുമുണ്ട്, കിട്ടിയ ആൾക്കാരുമുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാർ നമുക്ക് മുൻപിൽ ഉണ്ടാകും. എന്തായാലും നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കാണുക. കേട്ടറ്റിനെ സംബന്ധിച്ച നിങ്ങളുടെ ഡൗട്ടുകളും സൈക്കോളജി എങ്ങനെ പഠിക്കണം എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സൈക്കോളജിക്ക് 30 മാർക്കാണുള്ളത്. മൊത്തം എത്ര മാർക്കുണ്ട്? 150 മാർക്കാണ്. അതിൽ 30 മാർക്ക് സൈക്കോളജിക്കാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല മാർക്ക് നേടുവാനായിട്ട് സാധിക്കും. സൈക്കോളജിയിലെ ബേസിക് ആയ കാര്യങ്ങൾ മുതൽ അതിന്റെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സുകളാണ് ഇനി മുതൽ നമ്മൾ കേട്ടറ്റിന് വേണ്ടി ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നത്. ഈ കേട്ടറ്റ് പരീക്ഷ ശരിക്കും ബുദ്ധിമുട്ടാണോ? അല്ല, അങ്ങനത്തെ ഒരു വിചാരവും നമുക്ക് വേണ്ട. സെറ്റ്, നെറ്റ് പരീക്ഷയൊക്കെ നോക്കിക്കേ. അത് നോക്കുമ്പോൾ അതിനേക്കാൾ എത്രയോ എളുപ്പമാണ് ഈ കേട്ടറ്റ്. ആകെ 150 മാർക്കാണ് കേട്ടറ്റിന്. അതിൽ ജനറൽ കാറ്റഗറിക്ക് 90 മാർക്കും OBCക്ക് 82 മാർക്കുമാണ് പാസ്സാവാനായിട്ടുള്ളത്. ഇതിന് നെഗറ്റീവ് ഇല്ല. 150 ക്വസ്റ്റിനും ധൈര്യമായിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. CTET പരീക്ഷയാണെങ്കിൽ 40% ജനറൽ പേപ്പറിനും മെയിൻ പേപ്പറിനും അത്രയും തന്നെ വേണം. ഇങ്ങനത്തെ നിബന്ധനകളൊന്നും നമ്മുടെ കേട്ടറ്റിനുണ്ടോ? ഇല്ല. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൃത്യമായിട്ട് സിലബസ് എന്താണെന്ന് മനസ്സിലാക്കുക. സിലബസ് എല്ലാവരും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കേട്ടറ്റിന്റെ വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് തന്നെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ കൃത്യമായിട്ട് നോട്ട് എഴുതുക. നോട്ട് എഴുതി ഓരോ ടോപ്പിക്ക് വെച്ച് നമുക്ക് പഠിച്ച് സൈക്കോളജി മുഴുവനായിട്ടും കവർ ചെയ്യാം. കൃത്യമായ ഒരു നോട്ട് തയ്യാറാക്കി പഠിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കിട്ടുന്ന സോഴ്സുകളെല്ലാം ഉൾപ്പെടുത്തി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റു വിഷയങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ SCRT ടെക്സ്റ്റ് ബുക്ക് കവർ ചെയ്യുക. അതോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് പഠിക്കുക. ദിവസവും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ 10 ക്വസ്റ്റ്യൻ വെച്ച് നിങ്ങൾ സോൾവ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ സൈക്കോളജിയുടെ ക്ലാസ് ഇവിടെ ആരംഭിക്കുകയാണ്. സൈക്കോളജി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് റുഡോൾഫ് ഗോയിക്കിൾ എന്ന ചിന്തകനാണ്. സൈക്കോളജി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? റുഡോൾഫ് ഗോയിക്കിൾ ആണ്. സൈക്ക് എന്നും ലോഗോസ് എന്നുമുള്ള 2 ഗ്രീക്ക് പദങ്ങളുടെ സംയുക്ത രൂപമാണ് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ സൈക്ക് എന്നും ലോഗോസ് എന്നുമുള്ള 2 ഗ്രീക്ക് പദത്തിൽ നിന്നാണ് സൈക്കോളജി എന്ന പദം ഉണ്ടായത്. സൈക്കിന്റെ അർത്ഥം ആത്മാവെന്നും ലോഗോസിന്റെ അർത്ഥം അറിവ് എന്നുമാകുന്നു. അതുകൊണ്ട് പദപരമായി ഇതിന്റെ അർത്ഥം ആത്മാവിനെ കുറിച്ചുള്ള അറിവ് അഥവാ ആത്മാവിനെ കുറിച്ചുള്ള ശാസ്ത്രം എന്നാകുന്നു. മനഃശാസ്ത്രത്തെ ആത്മാവിനെ കുറിച്ചുള്ള പഠനം എന്ന് പറഞ്ഞത് ആരാണ് എന്ന് പറയുമ്പോൾ ആത്മാവിനെ കുറിച്ചുള്ള ശാസ്ത്രം എന്ന് പറഞ്ഞത് ആരാണ്? അരിസ്റ്റോട്ടിലും പ്ലേറ്റോയുമാണ്. അരിസ്റ്റോട്ടിലും പ്ലേറ്റോയുമാണ് ആത്മാവിനെ കുറിച്ചുള്ള പഠനം എന്ന് പറഞ്ഞത്. മനഃശാസ്ത്രത്തെ മനസ്സിനെ കുറിച്ചുള്ള പഠനം എന്ന് പറഞ്ഞത് കാന്റ്. അപ്പൊ മനഃശാസ്ത്രത്തെ മനസ്സിനെ കുറിച്ചുള്ള പഠനം എന്ന് പറഞ്ഞത് കാന്റ്. മനഃശാസ്ത്രത്തെ ബോധമണ്ഡലത്തെ കുറിച്ചുള്ള പഠനം എന്ന് പറഞ്ഞത് വില്യം വൂണ്ടും വില്യം ജെയിംസുമാണ്. ബോധമണ്ഡലത്തെക്കുറിച്ചുള്ള പഠനം, മനഃശാസ്ത്രത്തെ ബോധമണ്ഡലത്തെക്കുറിച്ചുള്ള പഠനം എന്ന് പറഞ്ഞത് വില്യം വൂണ്ടും വില്യം ജെയിംസുമാണ്. മനഃശാസ്ത്രത്തെ വ്യവഹാരങ്ങളെക്കുറിച്ചുള്ള പഠനം എന്ന് പറഞ്ഞത് JB വാട്സൺ. അദ്ദേഹം വ്യവഹാരവാദത്തിന്റെ പിതാവാണ്. അപ്പോൾ വ്യവഹാരങ്ങളെക്കുറിച്ചുള്ള പഠനം എന്ന് പറഞ്ഞത് JB വാട്സൺ. ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം. അപ്പൊ അരിസ്റ്റോട്ടിലും പ്ലേറ്റോയും കൂടി പറഞ്ഞു മനഃശാസ്ത്രത്തെ ആത്മാവിനെ കുറിച്ചുള്ള ശാസ്ത്രം അഥവാ സയൻസ് ഓഫ് സോൾ അഥവാ ആത്മാവിനെ കുറിച്ചുള്ള ശാസ്ത്രം എന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിലും പ്ലേറ്റോയുമാണ്. എന്നാൽ കാന്റ് വിചാരിച്ച് മനഃശാസ്ത്രത്തെ എങ്ങനെ ആത്മാവിന്റെ ശാസ്ത്രമാകും? ഈ മനഃശാസ്ത്രം എന്ന് പറയുന്നത് മനസ്സിനെ കുറിച്ചുള്ള പഠനമാണെന്ന് നിർവചിച്ചത് കാന്റ് ആണ്. അപ്പൊ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരുന്ന ഒരു സൈക്കോളജിസ്റ്റ് പറഞ്ഞു ഈ മനസ്സിനെ ഇങ്ങനെ കൃത്യമായിട്ട് നിർവചിക്കാൻ കഴിയില്ല. അതുകൊണ്ട് സൈക്കോളജി എന്ന് പറയുന്നത് ബോധമണ്ഡലത്തെക്കുറിച്ചുള്ള പഠനമാണ് എന്ന് പറഞ്ഞത് വില്യം വൂണ്ടും വില്യം ജെയിംസുമാണ്. എന്നാൽ ഈ 3 കാര്യങ്ങളും നോക്കിക്കണ്ട ഒരു സൈക്കോളജിസ്റ്റ് പറഞ്ഞു ഈ മനഃശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ്? വ്യവഹാരങ്ങളെ കുറിച്ചുള്ള പഠനമാണ്. ഈ വ്യവഹാരങ്ങളെ കുറിച്ചുള്ള പഠനമാണ് എന്ന് പറഞ്ഞത് ആരാണ്? JB വാട്സൺ ആണ്. അപ്പൊ ആത്മാവിനെ കുറിച്ചുള്ള പഠനം എന്ന് പറഞ്ഞത് അരിസ്റ്റോട്ടിലും പ്ലേറ്റോയും, മനസ്സിനെ കുറിച്ചുള്ള പഠനം എന്ന് പറഞ്ഞത് കാന്റ്, ബോധമണ്ഡലത്തെ കുറിച്ചുള്ള പഠനം എന്ന് പറഞ്ഞത് വില്യം വൂണ്ടും വില്യം ജെയിംസും, വ്യവഹാരങ്ങളെ കുറിച്ചുള്ള പഠനം എന്ന് പറഞ്ഞത് JB വാട്സൺ ആണ്. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഒരു സൈക്കോളജിസ്റ്റ് ഒരു തമാശ രൂപേണ ഒരു വാചകം പറഞ്ഞിരുന്നു. അതാണ് ആദ്യം മനഃശാസ്ത്രത്തിന് അതിന്റെ ആത്മാവിനെ നഷ്ടപ്പെട്ടു, പിന്നെ മനസ്സ് നഷ്ടപ്പെട്ടു, അതിനുശേഷം ബോധം നഷ്ടപ്പെട്ടു, ഇപ്പോൾ കുറച്ച് വ്യവഹാരമുണ്ട് എന്ന് പറഞ്ഞ ആ സൈക്കോളജിസ്റ്റ് ആരാണ്? RS വുഡ്വർത്ത്.
ഇത് നമ്മുടെ സൈക്കോളജിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. വരും ദിവസങ്ങളിൽ ബാക്കി ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരും. എല്ലാവരും നോട്ട് എഴുതി പഠിക്കാനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഈ ക്ലാസ് കേൾക്കുന്ന നിങ്ങളോടായിട്ട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ കഠിനമായി പരിശ്രമിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും അത് നേടാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഈ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, തീർച്ചയായും നിങ്ങളെ കൊണ്ട് കഴിയും. നിങ്ങൾ ആത്മാർത്ഥമായി പരിശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു.